ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദര, അല്പസമയത്തേക്ക് മാത്രം അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ വലിയ സമയത്ത് ഈ മൈക്കിന്റെ ശബ്ദപരിധിയിലേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. കർത്താവ് തന്റെ പരിശേഷ സൃഷ്ടിയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. അത് മാനവരാശിയുടെ നന്മയെ കാണുവാൻ, അവരെ സമാധാനത്തോടെ സന്തോഷത്തോടെ പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് കർത്താവ് പറഞ്ഞത്. അധിക സമയമില്ലേ, ആയതിനാൽ നിങ്ങൾ മാനസാന്തരമുള്ളവരാണ്, ദൈവത്തെ ഭയമുള്ളവരാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി, ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് അനുഭവിച്ചറിയുന്നവരായി, ആ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒരു ശുദ്ധജല നീരുറവ പോലെ ഈ ലോകത്തേക്ക് ഒഴുകണം. അപ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു എന്ന്. അപ്പോൾ പ്രിയമുള്ളവർ, തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ പറയുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുക. അപ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മൾ ആരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരായി തീരണം എന്നുള്ളതും ദൈവം ആഗ്രഹിക്കുക. ഇവിടെ റോമർ 11-ന്റെ 17 മുതൽ 24 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് കാട്ടൊലിവെന്ന് പറയുമ്പോൾ അത് ഉപയോഗശൂന്യമായ ഒരു സാധനം. ഒലിവ് മരം നമ്മുടെ എവിടെയെങ്കിലും ഇല്ലെങ്കിലും പാലസ്തീനിലൊക്കെ ധാരാളമായി കൃഷി ചെയ്യുന്നതാണ്. ഒലിവെണ്ണ ഏറ്റവും മൃദുവും ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ്. വളരെ വിലയുള്ളതാണ് ഒലിവെണ്ണ. ഇപ്പോൾ കാട്ടൊലിവന്റെ എണ്ണ ആരും ഉപയോഗിക്കാറില്ല. അത് ഉപയോഗശൂന്യമായി തള്ളിക്കളയപ്പെട്ടതാണ്. അപ്പോൾ കാട്ടൊലിവെന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന ജനത്തെയാണ് കാട്ടൊലിവെന്ന് ഇവിടെ ബൈബിൾ പറയുന്നത്.
ആ കാട്ടൊലിവ് അപ്രകാരം തന്നെ ഉപയോഗശൂന്യമായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതും ദൈവത്തിന് ഗുണമുള്ളതായി തീരുവാൻ വേണ്ടിയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇപ്രകാരം അതിനെപ്പറ്റി പറയുകയാണ്. അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു എന്ന്. അപ്പോൾ ഒലിവ്, നല്ല ഒലിവ് യഹൂദനെ കാണിക്കുകയാണ്. എന്നാൽ യഹൂദനിലും അവിശ്വാസികളുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ. അവരാണ് യേശുവിനെ, രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന യേശുവിനെ തിരിച്ചറിയാതെയും അവിശ്വസിച്ചും കൊണ്ട് ക്രൂശിച്ചു. ഒരു കുറ്റവുമില്ലാതിരുന്ന യേശുവിന്റെ മേൽ അവർ കുറ്റങ്ങളൊക്കെ ചുമത്തിയതും അവർക്ക് യേശുവിനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല ഒലിവ് മരമാണെങ്കിലും അവർക്ക് വിശ്വാസമില്ല ദൈവത്തെ. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ജാതികളെന്ന് പറയുന്ന കാട്ടൊലിവ്, നല്ല ഒലിവെന്ന് പറയുന്ന യഹൂദൻ, അവിശ്വാസിയായ ആ യഹൂദനെ അവന്റെ അവിശ്വാസത്തെ മുറിച്ചു കളഞ്ഞിട്ട് ഇതുവരെയും ദൈവത്തിന്റെ വചനത്തെയോ യാതൊരു പരിചയവുമില്ലാത്ത ജാതികളെ ആ അവിശ്വാസം മുറിച്ചു കളഞ്ഞ ആ ഭാഗത്തേക്ക് ഒട്ടിച്ചു ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ രണ്ടും വിശ്വാസമുള്ളതായി തീരുകയാണ്, രണ്ടും ഫലമുള്ളതാണ് ദൈവത്തിന്. അപ്പോൾ ഈ രണ്ട് ജാതിയും അവിശ്വാസിയായ യഹൂദൻ വിശ്വാസിയായി, ജാതിയും വിശ്വാസിയായി, അപ്പോൾ ഇത് രണ്ടും ദൈവത്തിന് കൊള്ളാവുന്നതായി തീർന്നു എന്ന് ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുകയാണ്. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല വേറെ നിന്നെയത്രേ ചുമക്കുന്നത് എന്ന് ഓർക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ബൈബിൾ പ്രസംഗിക്കുന്ന ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അടിമപ്പെട്ടവനായി നാശത്തിന്റെ വഴികളിൽ കൂടി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായി. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിയുകയും യേശുവിനെ രക്ഷകനും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് വിളിച്ചു പറയുകയും ചെയ്ത് അപ്പോഴാണ് ഞാൻ പുതിയൊരു മനുഷ്യനായി തീർന്നത്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടി എന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, അപ്പോൾ കാട്ടൊലിവിന്റെ കമ്പനിയോ അവിശ്വാസിയായ യഹൂദനെയോ അല്ല പ്രശംസിക്കേണ്ടത്, നമ്മെ രണ്ടിനെയും, അവിശ്വാസിയായ യഹൂദനെയും ദൈവത്തെ ഇതുവരെ തിരിച്ചറിയാത്ത ജാതിയെയും ഒന്നാക്കി ഒട്ടിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത ആ ദൈവം, ആ യേശു കർത്താവാണ് ഈ ഒലിവ് മരത്തിന്റെ വേരെന്ന് പറയുന്നത്. ആ വേരാണ് എന്നെയും അവരെയും ചുമന്നുകൊണ്ട് നിൽക്കുന്നതും ഫലപ്രദമായ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം യോഗ്യമാക്കിയത് എന്നും ഇവിടെ നമുക്ക് അപ്പോസ്തലന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുമെന്നുവെങ്കിൽ നീ വേരിനെയല്ല വേർ നിന്നെയത്രേ ചുമക്കുന്നു എന്ന് ഓർക്ക എന്ന് പറയുന്നു. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു എന്ന്. ഇപ്പോൾ ഞാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നിൽക്കുന്നത്, ജീവിക്കുന്നത്, നടക്കുന്നത്, ഉറങ്ങുന്നത്. എന്റെ ജീവിതത്തിലെ എല്ലാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം എന്നെ രക്ഷിക്കും.
ഈ ലോകത്തിന് ഒരു അശുദ്ധനായിട്ട് അല്ലെങ്കിൽ ഈ ലോകം നിർണ്ണയിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികൾ ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവം എനിക്ക് തുറന്നു തന്നിരിക്കുന്നതായ വഴികളിൽ കൂടി ഞാനും എന്റെ കുടുംബവും ജീവിച്ച് സമൂഹത്തിന്റെ മധ്യത്തിൽ യേശു കർത്താവിന്റെ ഒരു പുതിയ സാക്ഷിയായി നിൽക്കുകയാണ്. അതിനാണ് ദൈവം ഇപ്രകാരമൊക്കെയും ചെയ്തത്. അതിനാണ് യേശു തന്റെ സ്വർഗീയ സൗഭാഗ്യങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് താണ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരാൽ തന്നെ വധിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത്. ഇതൊക്കെയും നമുക്ക് വേണ്ടി ആയിരുന്നു പ്രിയമുള്ളത്. ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായിരുന്നതിൽ നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒലിവുമരങ്ങളെ കാണിക്കുന്നത് അവിശ്വാസിയായ യഹൂദനെയും ഒരിക്കലും ദൈവത്തെ അറിയാത്ത ജാതിയെയും ആണിവിടെ കാണിക്കുന്നത്. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, കാട്ടൊലിവായിരുന്ന നമ്മളിപ്പോൾ നല്ല ഒലിവ് യേശുവിനോട് ചേർന്ന് യേശുവിനോട് കൂടെയായിരിക്കുന്നു. യേശുവിന്റെ ഒരു അവയവം ആണ് നമ്മൾ. അങ്ങനെയാണ് നമ്മളുടെ ജീവിതമാകേണ്ടത്. അപ്പോഴാണ് സ്വർഗീയ സൗഭാഗ്യങ്ങൾ നമ്മളെയും തലമുറകളെയും നാം വസിക്കുന്ന സമൂഹത്തെയും തേടിയെത്തുന്നത്. അപ്രകാരമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ എല്ലാ അനുഗ്രഹവും, യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലെയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.